സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിൽ മഹത്വപ്പെടുമാറാകട്ടെ. ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ ഒരുക്കിക്കൊണ്ട് കർത്താവായ യേശുവെ ഞങ്ങളുടെ നാമത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവായ യേശുവെ അവിടുത്തെ രക്തത്തിൽ ആശ്രയിച്ചുകൊണ്ട്, കർത്താവെ അവിടുത്തെ കരുണയിൽ അവിടുത്തെ കൃപയിലേക്ക് നോക്കിക്കൊണ്ട് ജീവൻ പ്രാപിക്കേണ്ടതിന് ഞങ്ങളുടെ അടുത്ത് വരികയാണ്. സമൃദ്ധിയായ ജീവൻ ഞങ്ങൾക്ക് നൽകണം. ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് കരുണ തോന്നണമേ, ഞങ്ങളോട് കൃപ തോന്നണമേ, ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ ജീവനുള്ള വചനത്തെ വായിച്ച് ധ്യാനിക്കുവാനുള്ള കൃപ, പ്രാർത്ഥിക്കുവാനുള്ള കൃപ, അങ്ങയുടെ അടുത്തിരിക്കുവാനുള്ള കൃപ, പരിശുദ്ധാത്മാവെ അങ്ങയുടെ ചലനത്തോട്, അങ്ങയുടെ നീക്കത്തോടെ ചേർന്നിരിക്കുവാൻ, തിരിച്ചറിയുവാനൊക്കെ ഞങ്ങൾക്ക് കൃപ നൽകിയാട്ടെ. കർത്താവെ, ഞങ്ങൾ പൂർണ്ണമായി ഞങ്ങളെ ആശ്രയിക്കുന്നു. രക്ഷയ്ക്കായി അങ്ങയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഈ പ്രഭാതത്തിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒരിക്കൽ കൂടി ഞങ്ങൾ അങ്ങയെ സ്തോത്രം ചെയ്യുന്നു. അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത എല്ലാ നന്മകളെ ഒരിക്കൽ കൂടി ഓർക്കുകയാണ്. കർത്താവെ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾക്ക് ആവശ്യമുള്ള ആത്മീയ ആഹാരം നൽകണമേ. കർത്താവെ, ഞങ്ങൾ ദൈവവിഷയമായി സമ്പന്നരാക്കി ഞങ്ങളെ തീർക്കണമേ. ഞങ്ങളെ ദൈവവിഷയമായി സമ്പന്നരാക്കി തീർക്കണമേ. ആത്മീയ വർധനവ് ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്വഭാവം ഞങ്ങളിലേക്ക് പകരണമേ. കർത്താവായ യേശു ഞങ്ങളുടെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായി തീരുവാൻ തക്കണം. വരവ് അതിനെക്കുറിച്ചുള്ള കർത്താവെ, അതടുത്തിരിക്കുന്നുള്ള ബോധം, തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണം. കൂടുതൽ കർത്താവെ, ഞങ്ങൾ ദൈവമേ അങ്ങയോട് അടുത്തിരിക്കുവാനും അടുത്ത വചനം കൂടുതൽ ധ്യാനിക്കുന്നവരായി, കർത്താവെ പ്രാർത്ഥിക്കുന്നവരായി എല്ലാം ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുവെ ആശ്രയിക്കുന്നു. ഈ പ്രഭാതത്തിൽ അടിയങ്ങളോട് സംസാരിച്ചാട്ടെ. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിച്ചാട്ടെ. കർത്താവായ യേശുവെ, കർത്താവായ യേശുവെ, കർത്താവായ യേശുവെ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവിടുത്തെ രക്തം കൊണ്ട് ഒരിക്കൽ കൂടി ഞങ്ങളെ കഴുകണം. ഞങ്ങളുടെ ജീവിതത്തിലെ കുറവുകളൊന്നും ഓർക്കരുത്. ദൈവമേ, ഹൃദയം നുറങ്ങിയിരിക്കുന്നവർക്ക് സമീപസ്ഥനാകുന്നുവല്ലോ. തകർന്നു തുടങ്ങിയ ഹൃദയത്തെ അവിടെ നിരസിക്കത്തില്ല. കർത്താവായ യേശുവേ, സ്തോത്രം, സ്തോത്രം. 13-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ തൻ്റെ സാഹചര്യങ്ങളെ ഓർത്ത്, തൻ്റെ അവസ്ഥകളെ ഓർത്ത് ദൈവത്തോട് ചില ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. കർത്താവിൻ്റെ ദാസനായ ദൈവത്തിൻ്റെ അഭിഷിക്തനായ ദാവീദാണ് ഈ 13-ാം സങ്കീർത്തനം ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൽ തൻ്റെ സാഹചര്യത്തിൽ, അതെ, തൻ്റെ അനുഭവത്തിൽ നിന്ന് എഴുതുവാനിടയായി തീർന്നത്. അതെ, സങ്കീർത്തനക്കാരൻ ഇങ്ങനെ ദൈവത്തോട് ചോദിക്കുകയാണ്, യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? പലപ്പോഴും നമ്മളും ഇപ്രകാരമുള്ള ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. നീ എത്രത്തോളം നിന്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? അതെ, ദൈവം മുഖത്തെ മറച്ചു കളയുന്ന കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കിടന്ന് എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടുന്നുണ്ട്. ഹല്ലേലൂയ. എത്രത്തോളം എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ. അതെ, ദൈവമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ദുഃഖം, എൻ്റെ വിചാരങ്ങൾ, ഇത് എത്രത്തോളം ഞാൻ സഹിക്കും? ദൈവമേ, നീ എത്ര നാളായി ഞാനിത് അനുഭവിക്കുന്നു? നീ എന്നെ മറന്നു? എന്നെ മറന്നിരിക്കുന്നുവോ? മറന്നുകൊണ്ടിരിക്കും? എത്രത്തോളം ദൈവമേ എൻ്റെ ഈ സാഹചര്യങ്ങളിലേക്ക് നീ നോക്കാതിരിക്കും? ഞാൻ എൻ്റെ ഹൃദയത്തിൽ ദിനം പ്രതി ദുഃഖം എത്രത്തോളം അനുഭവിക്കും? ഹല്ലേലൂയ. എത്രത്തോളം ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? ഹൃദയത്തിൽ അതികഠിനമായ ദുഃഖമുണ്ട്, വിചാരങ്ങളുണ്ട്, പ്രയാസമുണ്ട്. അപ്പോൾ തന്നെ ശത്രുവിൻ്റെ ശക്തമായിട്ടുള്ള പോരാട്ടങ്ങളും വളരെ പ്രതികൂലമായ ഒരു സാഹചര്യമാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ഇതേ സമാനമായ അനുഭവത്തിൽ കൂടെ കടന്നു പോകുന്നവരുണ്ടായിരിക്കാം, കടന്നു പോയവരുണ്ടായിരിക്കാം. ഇനി ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാൻ പാടില്ലായില്ല ഒന്നും നമുക്ക് പറയാൻ കഴിയത്തില്ല. കാരണം കർത്താവായ യേശു പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? കഷ്ടമുണ്ട്. പക്ഷേ നമ്മൾ, ഹല്ലേലൂയ, നമുക്ക് ധൈര്യപ്പെടാം. കർത്താവ് ലോകത്തെ ജയിച്ചുകൊണ്ട്, കഷ്ടത്തെ ജയിച്ചുകൊണ്ട് നമുക്ക് ധൈര്യപ്പെടാം. ധൈര്യത്തോടെ നമുക്ക്, ഹല്ലേലൂയ, വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങാം. എൻ്റെ ദൈവമായ യഹോവയെ കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ, ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. അപ്പോൾ ഏറ്റവും കഠിനമായ ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുക, ഈ ലോകത്തിൽ നിന്ന് തന്നെ വേർപെട്ടു പോകാവുന്ന, മരണപ്പെട്ടു പോകാവുന്ന ഒരവസ്ഥയിലേക്ക് താനായിരിക്കുകയാണ്. തൻ്റെ കഷ്ടതയും
പ്രതികൂലങ്ങളും മൂലം. ഹല്ലേലൂയ. അതിൻ്റെ ഇടയ്ക്ക് ശത്രുവിൻ്റെ വലിയ നിന്ദയും വെല്ലുവിളികളും നമുക്ക് കാണാനായിട്ട് കഴിയും. ഞാൻ അവനെ തോൽപ്പിച്ചു കളഞ്ഞു എന്ന് എൻ്റെ ശത്രു പറയരുത്. ഞാൻ ഭ്രമിച്ചു പോകുന്നില്ല, എൻ്റെ വൈരികൾ ഉല്ലസിക്കരുത്. അപ്പോൾ നമ്മുടെ അവസ്ഥ കണ്ട ശത്രു ഹല്ലേലൂയ സന്തോഷിക്കുകയാണ്. നമ്മുടെ പരാജയത്തെ അവർ പ്രഘോഷിക്കുകയാണ്. അല്ലെങ്കിൽ സങ്കീർത്തനക്കാരൻ പറയുകയാണ്, തൻ്റെ പരാജയത്തിൽ അവർ അതെ വിജയം ആഘോഷിക്കുകയാണ്. ഹല്ലേലൂയ. തൻ്റെ പതർച്ചയെ, തൻ്റെ ജീവിതത്തിലെ ഈ സാഹചര്യങ്ങളെ ഓർത്ത് അവർ വല്ലാതെ ആഘോഷിച്ച് സന്തോഷിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടെ ഒരു ഭക്തൻ കടന്നു പോകുമ്പോൾ ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ ദാവീദ് എന്താണ് ഈ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ വേണ്ടി ചെയ്തത്? അവിടെ ഇങ്ങനെ പറയുകയാണ്, ഞാനോ നിന്റെ കരുണയെ ആശ്രയിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവേ. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, എൻ്റെ അരിഷ്ടതയും എൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും കയ്പും ദൈവമേ അവിടുന്ന് ഓർക്കണമേ. എൻ്റെ പ്രാണം എൻ്റെ ഉള്ളിൽ എപ്പോഴും അവയെ ഓർത്ത് ഉരുകിയിരിക്കുന്നു. വിലാപങ്ങൾ 3 മുതൽ 19 3-ാം അധ്യായത്തിൻ്റെ 19 വാക്യങ്ങളാണ്. ഹല്ലേലൂയ. തൻ്റെ കഷ്ടതയും അരിഷ്ടതയും കാഞ്ഞിരവും തൻ്റെ അകമിങ്ങനെ ഉരുകുന്ന ഒരു അനുഭവം. ഹല്ലേലൂയ. ഇത് ഞാൻ ഓർക്കും, അതുകൊണ്ട് ഞാൻ പ്രത്യാശിക്കുമെന്ന് അവിടെ പറയുകയാണ്. എന്താണ് ഓർക്കുന്നത്? ഒരു കാര്യം ഇതൊക്കെയാണെങ്കിൽ, ഇങ്ങനെയൊക്കെ എനിക്ക് വലിയ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിലും നാം മുടിഞ്ഞു പോകാതിരിക്കുന്ന ദൈവത്തിൻ്റെ ദയ, അവൻ്റെ കരുണ തരുന്നു പോയിട്ടില്ല. ഇത്രയും വലിയ തകർച്ച, ഇത്രയും വലിയ നിന്ന, ഇത്രയും വലിയ പ്രതികൂലം ജീവിതത്തിലുണ്ടായിട്ടും നിലനിൽക്കുകയാണ്, നശിച്ചു പോകുന്നില്ല. അതേ പ്രിയമുള്ളവർ, തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവൻ നശിച്ചു പോകാതെ. അപ്പം അതുകൊണ്ട് ഞാൻ ഓർക്കും, ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ദയ. അത് ഓരോ ദിവസവും പുതിയതും നിന്റെ വിശ്വസ്ത വലുതുമാകുന്നു. കരുണ കാണിക്കുന്നതിൽ ദൈവം പറഞ്ഞു, കർത്താവായ യേശു പറഞ്ഞു, ഞാൻ യാഗത്തിലല്ല കരുണയിൽ പ്രസാദിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദാവീദുപുത്ര യേശുവെ കരുണ തോന്നണമെന്ന് കുരുടന്മാരായ മനുഷ്യർ യേശുവിനെ വിളിച്ചു. കർത്താവിൻ്റെ ഭാഗത്ത് അനുകൂലമായിട്ടുള്ള ഒരു മറുപടിയോ അല്ലെങ്കിൽ അവരുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല. പക്ഷെ അവർ വിളിച്ചുകൊണ്ട് ഇരുന്നു, കർത്താവേ ദാവീദുപുത്ര കരുണ തോന്നണമേ. എന്നാൽ പലരും അവരെ പിന്തിരിപ്പിക്കുവാനായിട്ട് ശ്രമിച്ചെങ്കിലും അവരെ വിളിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് ആ കരുണയിൽ അത്രയ്ക്ക് വലിയ വിശ്വാസമുണ്ടായി. ദൈവത്തിൻ്റെ കരുണ അത് ജീവനേക്കാൾ, ദൈവത്തിൻ്റെ ദയ ജീവനേക്കാൾ വലുതാകുന്നു. ദയയിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവത്തിൻ്റെ മഹാകരുണ, നമ്മുടെ ലംഘനങ്ങളെ ദൈവം ക്ഷമിക്കുന്ന ദൈവത്തിൻ്റെ മഹാകരുണ കൊണ്ടാണ്. കാർമെല്ലാം പോലെ നമ്മുടെ ലംഘനങ്ങളെ മായ്ച്ചു കളയുന്ന ദൈവത്തിൻ്റെ കരുണയാണ്. അതാണ് എനിക്ക് കരുണ തോന്നുന്നതോട് എനിക്ക് കരുണ തോന്നും എന്ന് ദൈവം പറയുന്നതിൻ്റെ കാരണം അതാണ്. ആ കരുണ തിരിച്ചറിഞ്ഞിട്ട് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ എന്തുമായിക്കോട്ടെ, അല്ലെങ്കിൽ ഏറ്റവും അധപ്പതിച്ച അവസ്ഥയായിക്കോട്ടെ, അതാണ് യോനാ പ്രവാചകനും മത്സ്യത്തിൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ട് ഹല്ലേലൂയ. അതെ, അവിടെ പ്രവാചകൻ പറയുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് തനിക്ക് നീക്കം വന്നു എങ്കിലും ഹല്ലേലൂയ സ്തോത്രം, അദ്ദേഹം ദൈവത്തിലേക്ക് തന്നെ തനിക്ക് തോന്നി, ആമേൻ, ദൈവത്തിൻ്റെ ദൃഷ്ടി തന്നിൽ നിന്ന് അതെ നീങ്ങിപ്പോയെന്ന്. 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, നിന്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നിരിക്കുന്നുവെങ്കിലും ഞാൻ നിന്റെ വിശുദ്ധ മന്ദിരത്തിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. അതിനൊക്കെ ഒരു കാരണമുണ്ട്. മിഖാപ്രവചനത്തിൽ പറയുകയാണ്, ദയലല്ലോ, അതെ, ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയലല്ലോ അവന് പ്രസാദമുള്ളത്. ദൈവത്തിന് താല്പര്യമില്ല കോപം വെച്ചുകൊണ്ടിരിക്കും. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും, വീണ്ടും കരുണ കാണിക്കും. കരുണയുള്ള ദൈവം. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവരെ,
നമ്മൾ കരുണ ലഭിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധി അത് ഓരോ ദിവസവും പുതിയതാണ്. ദൈവത്തിൻ്റെ വിശ്വസ്ത വലുതാകും. ഹല്ലേലൂയ. അതെ, അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്, തൻ്റെ അവസ്ഥ എത്ര അധപ്പതനമാണെങ്കിലും ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കും. ഹല്ലേലൂയ. എൻ്റെ ഹൃദയം നിന്റെ രക്ഷയിൽ ആനന്ദിക്കും. ആമേൻ. അതുകൊണ്ട് അതെ, യോന പ്രവാചകനും അറിയാം ദൈവത്തിൻ്റെ കരുണ വലുതാണ്. അതുകൊണ്ട് താൻ എത്ര അധപ്പതനത്തിലാണെങ്കിലും എത്ര വീഴ്ചയിലാണെങ്കിലും തനിക്ക് രക്ഷയുണ്ട്. അതാ രക്ഷ യഹോവയുടെ പക്കൽ നിന്ന് വരുന്നു. രക്ഷ യഹോവയ്ക്കുള്ളതാകുന്നു. കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവൻ, വാസ്തവമായി വിളിച്ചപേക്ഷിക്കുന്ന, ഹൃദയം കൊണ്ട് വിളിച്ചപേക്ഷിക്കുന്ന അവൻ രക്ഷിക്കപ്പെടും. അത് ജനത്തെ തന്നെ പാവങ്ങളിൽ നിന്ന് രക്ഷിപ്പാനിരിക്കുന്നുണ്ട്. നീ അവൻ യേശു എന്ന് പേരിടണമെന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദൂതൻ യോസഫിനോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. അതേ പ്രിയമുള്ളവർ, രക്ഷ മറ്റൊരുത്തും രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ദൈവം അതെ അതിൽ സന്തോഷിക്കുക. ദൈവം രക്ഷിക്കും. ഞാൻ എത്ര താഴ്ചയിലാണ്, എത്ര തപ്പതനത്തിലാണ്. ഹല്ലേലൂയ. യഹോവ എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മൾ ഏതൊരു പ്രതിസന്ധിയിലും ദൈവത്തിന് വേണ്ടി നിലകൊണ്ടാൽ ദൈവം നമുക്ക് നന്മ ചെയ്യും. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സർവ്വ നന്മയ്ക്കായിട്ട് ദൈവം മാറ്റും. കഴിഞ്ഞ ദിവസം പുറപ്പാട് ദിവസത്തിൽ നമ്മൾ ചിന്തിച്ചാണ്, സൂതകർമ്മണികൾക്ക് ദൈവം നന്മ ചെയ്തു. കാരണം അവർ ധൈര്യത്തോടെ ദൈവത്തിന് വേണ്ടി നിന്നു, ദൈവജനത്തിന് വേണ്ടി നിന്നു. അവർക്കൊന്നും സംഭവിച്ചില്ല. ദൈവം അവർക്ക് വർദ്ധനവ് നൽകി. ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിലും നമ്മൾ എത്ര തകർച്ച ആയിക്കോട്ടെ, എത്ര കഷ്ടമായിക്കോട്ടെ, എത്ര നിന്ദയായിക്കോട്ടെ, എത്ര അധപ്പതനത്തിലായി വീഴ്ചയിലായിക്കോട്ടെ, നമ്മൾ ദൈവത്തിൻ്റെ കരുണയെ തള്ളിക്കളയാതെ ആ കരുണ ലഭിക്കേണ്ടതിന് ചിലപ്പോൾ നമ്മൾ വിളിച്ച ഉടനെ നമ്മുടെ അവസ്ഥയ്ക്ക് മാറ്റമൊന്നും വരില്ല. എങ്കിലും ആ കരുണ വലുതാണ്. നമ്മൾ ആ വലിപ്പം മനസ്സിലാക്കിക്കൊണ്ട് നമ്മോട് കരുണ തോന്നുന്നവരെയും നമ്മൾ വിളിക്കുക, ആശ്രയിക്കുക. നമ്മൾ വേറെ എവിടെ പോയി വീണിട്ടും കാര്യമില്ല. ദൈവത്തിൻ്റെ കരുണ ഓരോ ദിവസം പുതിയതാണ്, മഹാകരുണയാണ്. ദൈവം നിശ്ചയമായിട്ട് കരുണ കാണിക്കും. കർത്താവിൻ്റെ അടുക്കൽ വന്ന് ഹല്ലേലൂയ. കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുക്കൽ മുട്ടുകുത്തിയിട്ട് പറഞ്ഞു, കർത്താവേ, നിനക്ക് മനസ്സുണ്ട് എന്നെ ശബ്ദമാക്കാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മെ രക്ഷിക്കുവാനും നമ്മോട് കരുണ കാണിക്കാൻ, നമ്മോട് കൃപ കാണിക്കുവാൻ, നമ്മോട് ദയ കാണിക്കുവാൻ, മനസ്സലിവ് കാണിക്കുവാൻ, അതെ ദൈവത്തിൻ്റെ കരുണയെ അളക്കുവാൻ നമുക്ക് കഴിയത്തില്ല. ദയയെ അളക്കുവാൻ നമുക്ക് കഴിയത്തില്ല. മഹാകരുണ മഹാദയുള്ള ദൈവമാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളിലും ഏത് വീഴ്ചയിലും നമുക്ക് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിക്കുക. ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളോട് സംസാരിച്ചല്ലോ, നന്ദിയോടെ സ്തോത്രം ചെയ്യും. ഞങ്ങളെ ബലപ്പെടുത്തിയല്ലോ. ദൈവത്തിൻ്റെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. അവിടുത്തെ ദയയിൽ ഞങ്ങൾ ആശ്രയിക്കുകയാണ്. കരുണ ലഭിക്കുവാൻ ഞങ്ങൾ അടുത്ത് വരികയാണ്. ഞങ്ങളോട് കരുണ തോന്നാൻ കർത്താവായ യേശുവേ. കർത്താവെ, അങ്ങേക്ക് ഇഷ്ടമുള്ളവരോട് അവിടുന്ന് കരുണ കാണിക്കും. അടിയങ്ങളോട് ഇഷ്ടം തോന്നുന്നു കരുണ കാണിക്കുകയാണ്. താഴ്ത്തി ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.